ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, കുരുമുളക്, ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തുടങ്ങിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി നമുക്കിത് മിക്സ് ചെയ്യാൻ. നന്നായി ഈ പൊടിയൊക്കെ എല്ലാ കഷ്ണത്തിലേക്കും പിടിക്കുന്ന രീതിയിൽ നമുക്കിത് റെഡിയാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ അതൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഒരു പാത്രം നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉള്ളി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിതിലേക്ക് ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായി ഇളക്കി പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, ഇതൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി യോജിപ്പിച്ചിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. പിന്നീട് നന്നായി യോജിച്ച ശേഷം നമ്മളിതിലേക്ക് ഈ ചിക്കൻ നമ്മൾ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ഒന്ന് തുള്ളി വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ആ മസാലയൊക്കെ ഒന്ന്, ആ പ്ലേറ്റിലുള്ള മസാലയൊക്കെ ഒന്ന് നമുക്കിതിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അത് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമുക്കിത് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കത് ചെറിയ തീയിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു 15-20 മിനിറ്റോളം നമ്മൾ ചെറുതീയിൽ ഈ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വരൂ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?